2017 തിരുവനന്തപുരം മലപ്പുറം LDC ചോദ്യമായിരുന്നു ഇത്. പലിശ നിരക്കിന്റെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും. കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് നിക്ഷേപിക്കുന്ന തുക P എന്ന് ക്യാപിറ്റൽ P എന്നും പിന്നെ പലിശ നിരക്ക് R എന്നും കാലാവധി N എന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ 2 വർഷത്തേനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. P ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര രൂപയാണ് ഇവർ നിക്ഷേപിച്ചതെന്ന് കണ്ടുപിടിക്കണം. R 10% നമുക്ക് തന്നിട്ടുണ്ട്. N എന്ന് പറഞ്ഞാൽ 2 വർഷം. 2 വർഷത്തേന് ഒരു ഫിക്സഡ് തുക, ഒരു നിശ്ചിത തുക 2 വർഷത്തേന് സാധാരണ പലിശയ്ക്കും കൂട്ടുപലിശയ്ക്കും ഒരേപോലെ നിക്ഷേപിച്ചാൽ അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ P × R/100 ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് 2 വർഷത്തേനാണല്ലോ. 2 വർഷത്തേന് ഒരു തുക, ഒരു ഫിക്സഡ് തുക P, R ഒരു നിശ്ചിത ശതമാനം പലിശ നിരക്കിന് നമ്മൾ ഇട്ടു, 2 പേരിട്ടു. അതിന്റെ അവർക്ക് തമ്മിൽ ലഭിക്കുന്ന തുകയുടെ വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. P × R/100 ദ ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് എത്രയാണ് അവർ പറഞ്ഞേക്കുന്നത്? 100 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതിന് കണ്ടുപിടിക്കേണ്ടത് തുക, നിക്ഷേപിച്ച തുക, അതായത് P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. P അതുപോലെ തന്നെ എഴുതി. R നമുക്കറിയാം എന്താണ് ഇവിടെ 10% പലിശ നിരക്ക്. അപ്പൊ 10/100 സ്ക്വയർ ആണല്ലോ. അതായത് ഒരു തവണയും കൂടെ 10/100 എന്നുള്ളത് നമുക്ക് ഗുണിച്ചാൽ മതി. 2 തവണ ഗുണിച്ചു. സമം 100 ആണ് നമുക്ക് ഉത്തരം. അതായത് ഈ 2 തുകകൾ തമ്മിലുള്ള വ്യത്യാസം 100. ഇവിടെ നോക്കി, ഓരോ 0 ഇവിടെ വെട്ടിക്കളയാം, ഇവിടെ ഓരോ 0 വെട്ടിക്കളയാം. ബാക്കി എന്തുകൊണ്ട്? P ഗുണം മുകളിൽ 1 ഉണ്ട്, താഴെ ഇവിടെ 10ഉം 10ഉം കൂടെ ഗുണിച്ച് 100 ഉണ്ട്, സമം 100 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ P കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 1/100 അപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കണം. അതായത് ഈ 100 ഇവിടെ എഴുതി ഭാഗം 1/100 എന്നാകുമല്ലോ. ഇത് എന്താകും? 100 അതുപോലെ തന്നെ ആദ്യം എഴുതി. ഈ ഒരു ഭിന്നസംഖ്യ ഹരിക്കുന്നതിനെ നമുക്ക് തിരിച്ചിട്ട്, അതായത് അംശവും ഛേദം തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. അതായത് 100/1 എന്നാകും. ഉത്തരം എന്ത് വരും? 100 × 100 10,000. ഉത്തരം നമുക്ക് 10,000. അതായത് ഇവർ രണ്ടുപേരും എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചിരുന്നത്? 10,000 രൂപ വെച്ചാണ് നിക്ഷേപിച്ചിരുന്നത്. ഓപ്ഷൻ C ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം.